നമസ്കാരം, ഞാൻ ഡോക്ടർ നീതു എസ്ജിത്ത്, ഡോക്ടർ കെ വി വിജയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മെഡിക്കൽ സയൻസിൻ്റെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് ഫിസിഷ്യനുമാണ്. ഇവിടുത്തെ ഗൈനക്കോളജി ഇൻഫെർട്ടിലിറ്റി വിഭാഗമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. നമ്മളുടെ സ്പെഷ്യാലിറ്റികളിൽ ഒന്നായ വിമൻ വെൽനെസ്സിൽ ഉൾപ്പെടുന്ന ഗർഭകാല പരിചരണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഓരോ സ്ത്രീക്കും തൻ്റെ ജന്മസാഫല്യമാണ് ആരോഗ്യവാനായ ഒരു കുഞ്ഞിന് പിറവി നൽകുക എന്നുള്ളത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ വസന്തകാലമാണ് അവളുടെ ഗർഭകാലം എന്നുള്ളത്. വൈകാരികമായും ശാരീരികമായും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഗർഭകാലം എന്നത്. വളരെ സ്വാഭാവികമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണെങ്കിൽ പോലും ഗർഭകാലത്ത് അതിൻ്റേതായ പരിചരണം ആവശ്യമാണ്. ഒരിക്കലും അബദ്ധത്തിൽ സംഭവിക്കുന്ന ഒന്നായി മാറരുത് ഗർഭധാരണം. ഭാര്യയും ഭർത്താവും കൃത്യമായ പ്ലാനിങ്ങിലൂടെ അവർക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു സമയത്തായിരിക്കണം ഗർഭം ധരിക്കേണ്ടത്. അതിന് മുന്നോടിയായിട്ട് ആയുർവേദത്തിൽ ഒരുപാട് ചികിത്സാ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭാര്യയ്ക്കോ ഭർത്താവിനോ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ചും പ്രമേഹം, രക്താതിമർദ്ദം, മറ്റ് മാനസിക വൈകല്യങ്ങൾ, ലൈംഗിക പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സകൾ ചെയ്ത് ആ അസുഖങ്ങളൊക്കെ ഒന്ന് ക്രമമായ രീതിയിൽ എത്തിയാൽ മാത്രമേ ഗർഭധാരണത്തിന് ശ്രമിക്കാവൂ. നമ്മളുടെ ഹോസ്പിറ്റലിൽ സ്ത്രീക്കും പുരുഷനും ആവശ്യമായിട്ടുള്ള, അതായത് ഒരു ഗർഭത്തിന് തയ്യാറെടുക്കുന്നതിന് മുൻപായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കുമുള്ള പ്രത്യേക ചികിത്സകൾ ലഭ്യമാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്തു വരുന്നത് പഞ്ചകർമ്മ ചികിത്സകളാണ്. പ്രത്യേകിച്ചും ശോധന ചികിത്സകളാണ് ഈ വിഭാഗക്കാർക്ക് നമ്മൾ നൽകുന്നത്. അതിലൂടെ അവർക്ക് ശാരീരികവും മാനസികവുമായ ശുദ്ധി കൈവരാൻ സാധിക്കുന്നു. പ്രീ കൺസെപ്ഷണൽ പ്രിപ്പറേഷൻ എന്നത് ഒരു വിത്ത് മുളയ്ക്കാൻ മണ്ണ് എന്തൊക്കെ ഒരുക്കങ്ങളാണോ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഒരു ആരോഗ്യവാനായ കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് 4 പ്രധാന ഘടകങ്ങളാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഋതു, ക്ഷേത്ര, അമ്പു, ബീജം. ഋതു എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാരുടെ പ്രായം, ക്ഷേത്രം ആരോഗ്യപരമായിട്ടുള്ള ഗർഭാശയം, 3 അമ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷകങ്ങളുടെ ഉപയോഗം, 4-മത്തേത് ആരോഗ്യപൂർണമായ ബീജം. ഇവ 4ഉം ഒരേ അനുപാതത്തിൽ അല്ലെങ്കിൽ ആരോഗ്യപൂർണമായാൽ മാത്രമേ ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു കുഞ്ഞ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഒരു സ്ത്രീ ഗർഭിണിയായോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? എല്ലാ മാസവും ക്രമമായി ആർത്തവം വരുന്ന ഒരു സ്ത്രീക്ക് അവളുടെ ആർത്തവം തെറ്റി 7 ദിവസത്തിന് ഉള്ളിൽ തന്നെ നമുക്ക് ഗർഭിണിയാണോ എന്ന് മൂത്രപരിശോധനയിലൂടെയോ രക്തപരിശോധനയിലൂടെയോ മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഗർഭത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളായ ഛർദി, ഓക്കാനം, ശരീരക്ഷീണം, ഭക്ഷണത്തോടുള്ള വെറുപ്പ്, പേശീവേദന എന്നിവയുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗർഭത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഒരു ഗർഭകാലം എന്ന് പറയുന്നത് 280 ദിവസം അല്ലെങ്കിൽ അവസാന ആർത്തവം തുടങ്ങിയ ദിവസം മുതൽ 9 മാസവും 7 ദിവസവും പൂർത്തിയാകുന്നതാണ് ഒരു ഗർഭകാലം എന്ന് പറയുന്നത്. ഈ ഗർഭകാലത്തെ നമ്മൾക്ക് 3 മാസക്കാലം, അതായത് 3 ട്രൈമസ്റ്ററായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ. ഇതിലെ ആദ്യ ട്രൈമസ്റ്ററിൽ ഭ്രൂണത്തിൻ്റെ വളർച്ച, അത് അല്ലെങ്കിൽ ഭ്രൂണം ഗർഭാശയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു സമയമാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ആ സമയത്ത് അമ്മ പോഷകപ്രദമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കേണ്ടതാണ്. നോർമൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും 300 കലോറിയെങ്കിലും കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ അമ്മ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പം അതിനായിട്ട് നമുക്ക് പുഴുങ്ങിയ നേന്ത്രപ്പഴം അല്ലെങ്കിൽ പാല്, മുട്ട, ബദാം പരിപ്പ് എന്നിവയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ കലോറി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വഴുതന ആർത്തവ രക്തത്തെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണ്. കാപ്പിയുടെ ഉപയോഗം, അത് ഇരുമ്പിൻ്റെ സ്വാംശീകരണത്തെ തടയുന്നത് കൊണ്ട് കാപ്പിയുടെ ഉപയോഗം കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ സാധാരണയായിട്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടുള്ളത് ഓക്കാനം, ഛർദി, അമിതമായിട്ടുള്ള ക്ഷീണം, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക എന്നുള്ള തോന്നൽ, മലബന്ധം അത് പൈൽസിലേക്ക് വഴിതെളിക്കാം. ഈ പറയുന്ന ബുദ്ധിമുട്ടുകളായിരിക്കും സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത്. ഛർദി, ഓക്കാനം, ക്ഷീണം തുടങ്ങിയവ ഗർഭിണിക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ മാതളത്തിൻ്റെ നീര്, മല്ലി തിളപ്പിച്ചിട്ട് പഞ്ചസാര ചേർത്തിട്ടോ, മലർവെള്ളം പഞ്ചസാര ചേർത്തിട്ടോ, എന്നുണ്ടെങ്കിൽ ജ്യൂസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുമ്പളങ്ങയുടെ ജ്യൂസൊക്കെ കഴിക്കുന്നതും വളരെ നല്ലതായിരിക്കും. മൂത്രസംബന്ധമായ പ്രശ്നങ്ങളാണ് മറ്റൊരു ബുദ്ധിമുട്ട്.
ഗർഭാശയത്തിൽ കുട്ടി വളരുന്നതിനനുസരിച്ച് മൂത്രസഞ്ചിക്കുണ്ടാകുന്ന അമർച്ച മൂലം അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള തോന്നലുണ്ടാകുന്നു. അതേപോലെ തന്നെ യോനീസ്രാവത്തിലുണ്ടാകുന്ന pH-ലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് വെള്ളപ്പോക്ക് അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ എന്നിവ ഉണ്ടാവാനുള്ള ചാൻസസുമുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അമ്മ നന്നായി വെള്ളം കുടിക്കുക, മല്ലിയിട്ട വെള്ളമോ കരിക്കിൻ വെള്ളമോ കുടിക്കുക. അതേപോലെ ശരീരത്തെ തണുപ്പിക്കുന്നതായിട്ടുള്ള കൂവ വിരകി കഴിക്കുക, അതായത് കൂവ അല്പം പാലും കൽക്കണ്ടവും ചേർത്തിട്ട് കഴിക്കുക, പൂവമ്പഴം കഴിക്കുക എന്നിവ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ചൂട് കുറയും, അതിനനുസരിച്ച് വെള്ളപ്പോക്ക് കാര്യങ്ങൾ കുറയുകയും ചെയ്യുന്നതായിരിക്കും. അതേപോലെ കൃത്യമായ ഇടവേളകളിൽ അമ്മ മടി കൂടാതെ മൂത്രമൊഴിക്കുകയും ചെയ്യണം. ആയുർവേദ ശാസ്ത്രത്തിൽ ഓരോ മാസങ്ങളിലും പ്രത്യേകം കഴിക്കുവാൻ പാൽക്കഷായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള മെഡിസിനൽ ഡ്രഗ്സാണ് നമ്മൾ പാൽക്കഷായമായിട്ട് ഉപയോഗിക്കുന്നത്. ഓരോ മാസവും പ്രത്യേകം പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നോർമലി ഇപ്പോൾ എല്ലായിടത്തും കിട്ടാനുള്ള സാധ്യത കുറവായതുകൊണ്ട് എല്ലാ മാസവും നമുക്ക്, അതായത് ആദ്യത്തെ മാസം മുതൽ 9ാം മാസം വരെ നമുക്ക് കുറുന്തോട്ടി പാൽക്കഷായമായിട്ട് കഴിക്കാവുന്നതാണ്. അത് എല്ലാ ദിവസവും കഴിക്കാൻ ചിലപ്പോൾ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓരോ മാസം തുടങ്ങി ആദ്യത്തെ ഒരു 10 ദിവസമെങ്കിലും കുറഞ്ഞത് കഴിക്കുന്നത് നന്നായിരിക്കും. അത് നമുക്ക് ഒന്നുകിൽ കാലത്ത് വെറും വയറ്റിലോ അല്ലെങ്കിൽ ഒരു 11 മണി അല്ലെങ്കിൽ 4 മണി സമയത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ ആദ്യത്തെ ട്രൈമിസ്റ്റർ എന്ന് പറയുമ്പോൾ 1, 2, 3 മാസങ്ങളിൽ നമ്മൾ കഴിക്കാൻ സാധാരണയായിട്ട് നമ്മൾ നിർദ്ദേശിക്കുന്നത് 1ാം മാസത്തിൽ കുറുന്തോട്ടി വേര്, 2ാമത്തെ മാസത്തിൽ തിരുതാളി വേര്, 3ാം മാസത്തിൽ പുത്തരിച്ചുണ്ടയും കണ്ടകാരിച്ചുണ്ടയുടെയും വേര് എന്നിവയാണ് നമ്മൾ പാൽക്കഷായമായിട്ട് സാധാരണയായിട്ട് കൊടുക്കുന്നത്. ഇത് ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അബോർഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് കുറയ്ക്കുന്നുമുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിനെ കുറിച്ച് നോക്കാം. ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ഉണ്ടാകുന്ന വ്യാകുലതകളൊക്കെ കുറഞ്ഞു വന്ന് ഗർഭിണി ആ ഗർഭകാലം ഒന്ന് ആസ്വദിക്കുന്ന സമയമാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. എങ്കിൽ പോലും ഈ സമയത്തും ചില ബുദ്ധിമുട്ടുകൾ സ്ത്രീകളിൽ അലട്ടാറുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് നടുവേദന. ശരീരഭാരം കൂടുന്നത് കൊണ്ടും വയറൽപ്പം വലുതാവുന്നത് കൊണ്ടും സ്ത്രീകളിൽ നടുവേദന ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ളവരിൽ ഇരിക്കുന്ന സമയത്ത് നടുനിവർന്നിരിക്കാനും കിടക്കുമ്പോൾ ഒരു വശം ചരിഞ്ഞു കിടക്കുവാനും അതേപോലെ കാലുകൾക്കിടയിൽ അധികം കട്ടിയില്ലാത്തതായിട്ടുള്ള തലയണകൾ ഉപയോഗിക്കുന്നതും ഹീൽസ് ഉപയോഗിക്കുന്ന സ്ത്രീകൾ അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടാവുന്ന വെള്ളപ്പോക്ക് അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ എന്നിവ ഈ ഒരു ഘട്ടത്തിലും ഉണ്ടാവാം. അപ്പം ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് ഈ ഒരു സമയത്തും അനുവർത്തിക്കാവുന്നതാണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് കാലിലുണ്ടാവുന്ന നീര്. അപ്പോൾ നമ്മൾ അധികം നേരം കാല് തൂക്കിയിടാതിരിക്കുക, ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നിവ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കാലിലെ നീര് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. മറ്റൊരു പ്രശ്നമാണ് അനീമിയ അഥവാ വിളർച്ച എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ്റെ ലെവൽ ഒരു 10% താഴെയാണെന്നുണ്ടെങ്കിൽ വൈദ്യനിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈത്തപ്പഴം, ഡേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് പാലിൽ പുഴുങ്ങിയിട്ട് അത് തണുപ്പിച്ചതിന് ശേഷം അത് ഡ്രോ ആയിട്ടോ അല്ലെങ്കിൽ അത് അരിച്ചിട്ടോ കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മാതളത്തിൻ്റെ നീര് കഴിക്കാം, കറുത്ത ഉണക്കമുന്തിരി നന്നായിട്ട് കഴിക്കാം, ചുവന്നുള്ളി ശർക്കര ചേർത്തിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ രാവിലെ കഴിക്കുന്നതും അത്യുത്തമമാണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ പറഞ്ഞതുപോലെ പാൽക്കഷായങ്ങൾ നമുക്ക് ഈ ഒരു സമയത്തും തുടരാവുന്നതാണ്. നമ്മൾ ഈ 4, 5, 6 മാസങ്ങളിൽ കഴിക്കുന്നത് 4ാം മാസത്തിൽ ഓരിലെ വേര്, 5ാം മാസത്തിൽ ചിറ്റമൃതിൻ്റെ വേര്, 6ാം മാസത്തിൽ നമുക്ക് കണ്ടകാരി ചുണ്ടയുടെ വേര് എന്നിവ പാൽക്കഷായമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 2ാം മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റ് കാര്യങ്ങളാണ് ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുക, അമിതമായിട്ടുള്ള എരിവ്, പുളി, ഉപ്പ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഉപവാസം അനുഷ്ഠിക്കാതിരിക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നിവ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് 3ാം ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്ററിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഗർഭിണിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കുട്ടി ഉണ്ടാവാൻ ഇനി അധികം കാലതാമസമില്ല എന്നുള്ള ഒരു മാനസിക വ്യാകുലതയും അതിലേറെയായിട്ട് ആകാംക്ഷഭരിതയായിട്ടിരിക്കുന്ന ഒരു സമയമാണ് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ആ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സ്ത്രീ സന്തോഷവതിയായി ഇരിക്കുക എന്നുള്ളതാണ്.
നമുക്ക് പ്രസവത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അതിൻ്റെ ആശങ്കകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കുടുംബാംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അവർക്ക് സന്തോഷവതികളായിരിക്കുവാൻ കുടുംബാംഗങ്ങൾ പ്രത്യേകം അവരെ പരിചരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മാസക്കാലങ്ങളിലും സ്ത്രീകളിൽ നടുവേദന സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ അനുവർത്തിക്കുകയും അതോടൊപ്പം ചെറിയ രീതിയിലുള്ള യോഗാസന മുറകളൂടെ ചെയ്യുന്നത് നന്നായിരിക്കും. അതേപോലെ യുക്തമായ തൈലങ്ങൾ നടുവിൻ്റെ ഭാഗത്തും ഇടുപ്പിൻ്റെ ഭാഗത്തും ഒക്കെ തേച്ച് അല്പനേരം ഇരുന്നതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നതും നന്നായിരിക്കും. അതേപോലെ കാലിലുണ്ടാകുന്ന നീര് അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രം അടിക്കടിക്ക് പോകുന്നത്, ഇതെല്ലാം ഈ സമയത്ത് കൂടി വരുന്നുണ്ടാവും. അപ്പോൾ മുമ്പ് പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ തന്നെ അനുവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളം നന്നായിട്ട് കുടിക്കുക. മല്ലി തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് ഏറ്റവും നല്ലത്. ശരീരത്തെ തണുപ്പിക്കുന്നതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക. അമിതമായിട്ടുള്ള എരിവ്, പുളി, ഉപ്പ് എന്നിവ ഭക്ഷണത്തിൽ കുറയ്ക്കുക. മറ്റൊന്നാണ് ക്ഷീണം എന്ന് പറയുന്നത്. അതായത് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഉണ്ടാകുന്ന ഉത്സാഹമൊന്നും തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ സ്ത്രീകളിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തേണ്ടതാണ്. മറ്റൊരു പ്രധാന പ്രശ്നമാണ് കാല് കഴുപ്പ് അഥവാ മസിൽ ക്രാംസ് എന്ന് പറയുന്നത്. അതായത് ഗർഭപാത്രത്തിൻ്റെ മർദ്ദം രക്തക്കുഴലുകളിൽ വരുമ്പോഴാണ് കൂടുതലായിട്ട് മസിൽ ക്രാംസ് ഉണ്ടാകുന്നത്. ഇതിന് നമുക്ക് അനുയോജ്യമായ തൈലം കാൽവണ്ണ മസിലിൽ, അതായത് കാഫ് മസിൽസിൽ തേച്ചുകൊണ്ട് നമുക്ക് ചൂട് പിടിക്കുന്നത് അത്യുത്തമമാണ്. മറ്റ് 2 ട്രൈമസ്റ്ററിലെ പോലെ തന്നെ തേർഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് പാൽക്കഷായങ്ങൾ കഴിക്കാവുന്നതാണ്. 7-ാം മാസത്തിൽ തവിടോടുകൂടിയ ബാർലി പാൽക്കഷായമായിട്ട് കഴിക്കാം. അതേപോലെ തന്നെ 8-ാം മാസത്തിൽ പെരിങ്കുറുമ്പയുടെ വേര്, 9-ാം മാസത്തിൽ ശതാവരി കിഴങ്ങിൻ്റെ വേര് പാൽക്കഷായം വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഈ 9-ാം മാസത്തിൽ ശതാവരി പാൽക്കഷായം കഴിക്കുന്നത് കൊണ്ട് മുലപ്പാൽ ഉണ്ടാവാൻ തുടങ്ങുന്നതായിരിക്കും. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വ്യക്തി ശുചിത്വം ഒന്നുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്. അതായത് മുലക്കണ്ണുകൾ കൃത്യമായിട്ട് അത് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ യുക്തമായ തൈലമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ വെണ്ണയോ ചേർത്ത് മസാജ് ചെയ്ത് നോർമൽ സ്ഥിതിയിലൊക്കെ എത്തിക്കേണ്ടതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രസവശേഷം കുട്ടിക്ക് പാല് വലിച്ചു കുടിക്കുവാൻ വളരെയധികം അത് സഹായിക്കുന്നതായിരിക്കും. ഗർഭകാലത്ത് അധികമായി വേണ്ട 4 പോഷക ഘടകങ്ങളാണ് ഫോളിക് ആസിഡ്, കാൽസ്യം, അയൺ, പ്രോട്ടീൻ എന്നിവ. ഫോളിക് ആസിഡും ഇരുമ്പും അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് രാഗി, ചീര, അതേപോലെ തന്നെ പേരയ്ക്ക, ആപ്പിൾ, ചെറിയ മത്സ്യങ്ങൾ എന്നിവയൊക്കെ. അതേപോലെ കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ രാഗി, ചെറിയ മത്സ്യങ്ങൾ, പാല്, മുട്ട എന്നിവയാണ്. ചെറിയ മത്സ്യങ്ങൾ അത് മുള്ളോടുകൂടി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പ്രോട്ടീൻ അധികമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പാല്, മുട്ട, നിലക്കടല, ചക്കക്കുരു, നേന്ത്രപ്പഴം എന്നിവയാണ്. മറ്റൊരു പ്രശ്നമാണ് ഉറക്കക്കുറവ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉറക്ക മരുന്നുകളോ അങ്ങനെയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. തലയിൽ ചെറിയ രീതിയിൽ തളം വയ്ക്കുകയോ അല്ലെങ്കിൽ കാൽവണ്ണയിൽ യുക്തമായിട്ടുള്ള എണ്ണ, ക്ഷീരബല പോലുള്ള എണ്ണകൾ തേച്ച് കിടന്നാൽ നമുക്ക് നോർമലി ഉള്ള ഉറക്കം കിട്ടുന്നതായിരിക്കും. 9-ാം മാസം ആകുമ്പോഴത്തേക്കും സ്ത്രീകളിൽ ഇടയ്ക്കിടയ്ക്ക് അടിവയറ്റിൽ വേദന ഉണ്ടാവും. ഇത് ചിലപ്പോൾ അവർ പ്രസവ വേദനയാണ് എന്ന് കരുതി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഓടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ആവശ്യമില്ല. അത് ഗർഭാശയത്തിൻ്റെ സങ്കോച വികാസം കൊണ്ടുണ്ടാകുന്നതാണ്. അത് പെട്ടെന്ന് തന്നെ മാറുന്നതുമായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ഈ പറയുന്ന പാൽക്കഷായങ്ങളൊക്കെ കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വേദന കാര്യങ്ങൾ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. രാത്രിയിൽ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഗർഭിണി ഉറങ്ങേണ്ടതാണ്. ആദ്യത്തെ ട്രൈമസ്റ്ററിലും അവസാനത്തെ ട്രൈമസ്റ്ററിലുമാണ് സ്ത്രീകളിൽ കൂടുതലും ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ കൃത്യമായ ഉറക്കവും വിശ്രമവും പോഷകപ്രദമായ ആഹാരവും ആവശ്യമാണ്. നമ്മളുടെ ഹോസ്പിറ്റലിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത് മുതൽ പ്രസവം വരെയും അല്ലെങ്കിൽ അതിന് ശേഷമുള്ള പോസ്റ്റ്നേറ്റൽ കെയർ എന്ന് പറയും, ഇതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൃത്യമായി ഓരോ ഗർഭിണിയുടെ അവരുടെ അവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ നമ്മളുടെ GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫാർമസിയിൽ നിന്ന് തന്നെ പ്രത്യേകം തയ്യാറാക്കി അവർക്ക് നൽകുന്നതുമാണ്. ഇത്തരത്തിൽ ഒരു ഗർഭം ആരംഭിച്ച് പ്രസവം വരെ കൃത്യമായ പരിചരണവും യുക്തമായ ആയുർവേദ മരുന്നുകളും കഴിച്ചുകൊണ്ട് നല്ലൊരു ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ ഏതൊരു സ്ത്രീക്കും കഴിയുമാറാകട്ടെ. നന്ദി, നമസ്കാരം.